RDX ആദ്യ വിഷയത്തിലേക്ക്. ബ്രിട്ടീഷ് കാലത്ത് തന്നെ 1923 ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസൽമാൻ വഖഫ് ആക്ട് എന്നൊരു നിയമമുണ്ടായിരുന്നു. 1954 ആദ്യ വഖഫ് നിയമം വന്നു. 64 സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ വന്നു. 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമം വന്നു. 2013 അതിനും ഭേദഗതി വന്നു. ഇക്കാലത്തൊന്നും ഉണ്ടാവാത്ത വഴക്കും തർക്കവും കലാപവും വരെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുചാർത്തി നിയമമായ വഖഫ് ഭേദഗതിയുടെ പേരിൽ ഉണ്ടാകുന്നത്? ഏപ്രിൽ 6 പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമ ഭേദഗതിക്ക് മുൻപ് വരെയും വഖഫിലൂടെ ഇന്ത്യയിൽ അരങ്ങേറിയത് ഭൂമാഫിയയുടെ നേതൃത്വത്തിലുള്ള കൊള്ളയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. വിശ്വാസികൾ ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന വസ്തുക്കളുടെ കൈകാര്യവും വ്യവഹാരവും സംബന്ധിച്ച നിയമമാണിത്. അതിന്മേലുണ്ടാകുന്ന പുതുക്കങ്ങൾ ആ വിഭാഗത്തെ അലോസരപ്പെടുത്തും. എതിർപ്പുകളെ ജനാധിപത്യപരമായി വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം ശരി നേർക്ക് ഓർത്തേക്കാം എന്ന തരം ഭാഷ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഉപയോഗിക്കരുത് എന്ന് RDX കരുതുന്നു. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വലിയ അക്രമാസക്ത പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം എന്നാണ് BJPയുടെ വ്യാഖ്യാനം. വഖഫിലെ കടന്നുകയറ്റത്തെ വർഗീയ ആരോപണങ്ങളിലൂടെ തള്ളുന്ന നയമാണോ കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നത്? കാണാം ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. വഖഫ് ഭേദഗതിയിൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെതിരെ ആഞ്ഞടിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി. ഇന്ന് ഹരിയാനയിൽ പറഞ്ഞ യോഗത്തിൽ മോദി പറഞ്ഞത് കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പടർത്തുകയാണെന്നായിരുന്നു. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട്. ഭൂമാഫിയയുടെ കൊള്ളയായിരുന്നു ഇവിടെ. പുതിയ നിയമം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് തടയും. ആദിവാസികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലോ സ്വത്തിലോ ഇനി വഖഫ് ബോർഡിന് നിയന്ത്രണമുണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി. ആദിവാസി ജമീൻ കോ ഉസ്കെ ഘർ കോ ഉസ്കെ സംപത്തി കോ ये वक्फ बोर्ड हाथ भी नहीं लगा पाएगा. അതിനിടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വ്യാപക ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നരേന്ദ്രമോദി സന്ദർശിക്കുമെന്ന് BJP നേതാവ് സുവേന്ദു അധികാരി അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങൾ തുടരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ നിയമത്തിനെതിരെ നൽകിയ ഹർജികളോട് സുപ്രീം കോടതി സ്വീകരിക്കാനിരിക്കുന്ന സമീപനവും നിർണായകമാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്താണ് വഖഫ് എന്നും മുനമ്പം വിഷയത്തിൽ എങ്ങനെയാണ് വഖഫ് ബാധിക്കുക എന്നും വഖഫ് നിയമം ബാധിക്കുക എന്നുമൊക്കെ നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതാണ്. ഇനി മുൻകാല വഖഫ് നിയമങ്ങൾ എന്താണ് എന്നും ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നും മാത്രം നമുക്ക് നോക്കാം. മുൻകാല വഖഫ് നിയമങ്ങൾ നോക്കിയാൽ ബ്രിട്ടീഷ് കാലത്ത് 1923 മുസൽമാൻ വഖഫ് ആക്ട് ആണ് ആദ്യത്തേത്. 1954 മെയ് 21 സ്വതന്ത്ര ഇന്ത്യയിലെ വഖഫ് നിയമം പ്രാബല്യത്തിൽ വരുന്നു. 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമം വരുന്നു. 1995 നിയമം നിലവിൽ വന്നതോടെ 1954 നിയമം അസാധുവായി. 1995 വഖഫ് നിയമം ജമ്മു കാശ്മീരിന് ബാധകമല്ലായിരുന്നു. 2013 1995 നിയമത്തിൽ ഭേദഗതി വന്നു. ഇതിനായിരുന്നു ഇതുവരെ നിയമപ്രാബല്യം. നിലവിലെ വിവാദത്തിന്റെ തുടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ഓഗസ്റ്റ് 8 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് ഭേദഗതി ബിൽ, മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ. 1995 നിയമത്തിൽ 44 വകുപ്പുകളിൽ മാറ്റത്തിന് നിർദ്ദേശം വന്നു. മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ 1923 മുസ്ലിം വഖഫ് നിയമം റദ്ദാക്കാൻ. JPC പരിശോധന ഇതേ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലേക്ക് കൂടി നമുക്ക് പോകാം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് വഖഫ് ഭേദഗതി ബിൽ JPCക്ക് വിട്ടു. 2025 ഫെബ്രുവരി 13 JPC NDA സഖ്യകക്ഷികളുടെ 14 ഭേദഗതികൾ മാത്രം പാസാക്കി. എല്ലാ ഭേദഗതികളും സാങ്കേതികമാണ്. ബില്ലിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. വഖഫ് ബോർഡിന് മുസ്ലിം അല്ലാത്ത CEO ഉണ്ടാകാം എന്ന ചട്ടത്തിൽ മാറ്റമില്ല. എതിർപ്പുകൾ ബാക്കിയാണ്. നിയമമായി നാമമാത്ര JPC ഭേദഗതി നിർദ്ദേശങ്ങളോടെ ബില്ല് വീണ്ടും പാർലമെന്റിലെത്തുന്നു. 2025 ഏപ്രിൽ 3 വഖഫ് ഭേദഗതി ബിൽ 232-നെതിരെ 288 വോട്ടുകൾക്ക് ലോക്സഭ പാസാക്കി. 2025 ഏപ്രിൽ 4 വഖഫ് ഭേദഗതി ബിൽ 95-നെതിരെ 128 വോട്ടുകൾക്ക് രാജ്യസഭയും പാസാക്കി. 2025 ഏപ്രിൽ 6 രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു. ബില്ല് നിയമമായി മാറി. നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾ കൂടി പരിശോധിക്കാം. ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെട്ടു. കാലങ്ങളായി മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി വഖഫാക്കാനാവില്ല. പുതിയ നിയമത്തിൽ തർക്കങ്ങളിൽ തീരുമാനമെടുക്കുന്നത് കളക്ടറായിരിക്കും. ഇതുവരെ ട്രിബ്യൂണലിനായിരുന്നു അധികാരം. ട്രിബ്യൂണൽ അംഗങ്ങളിൽ ഇസ്ലാമിക നിയമ പണ്ഡിതൻ വേണമെന്നില്ല.
പുതിയ നിയമപ്രകാരം 2 അമുസ്ലിങ്ങളെയും ഇനി മുതൽ ട്രിബ്യൂണൽ അംഗങ്ങളാക്കും. കളക്ടർ റിപ്പോർട്ട് നൽകുന്നതുവരെ തർക്ക വസ്തുക്കൾ വഖഫ് ആയി കാണാനാകില്ല. വഖഫ് ബോർഡിന് മുസ്ലിം അല്ലാത്ത CEO ഉണ്ടാകാം. വഖഫ് സ്വത്താണോ എന്ന് അന്വേഷിക്കാനുള്ള വഖഫ് ബോർഡുകളുടെ അധികാരം റദ്ദാക്കി. മുർഷിദാബാദിൽ സംഭവിച്ചത് എന്താണെന്ന് കൂടി വേഗത്തിൽ പരിശോധിക്കാം. വഖഫ് നിയമ ഭേദഗതി പാസ്സായത് മുതൽ ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ട്. രാജ്യമെമ്പാടും പല പ്രദേശങ്ങളിലും, ഇപ്പോൾ കേരളത്തിലും ത്രിപുരയിലും ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. മുർഷിദാബാദിൽ അക്രമ സംഭവങ്ങളുടെ തുടക്കമുണ്ടായത് ഏപ്രിൽ 8-നാണ്. മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. ഏപ്രിൽ 11-ന് ധൂലിയാനയിൽ ദേശീയപാത ഉപരോധത്തിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ടായി. സുതി, ധുലിയാൻ, ജംഗിപ്പൂർ, സൻസർഗഞ്ച് എന്നീ പ്രദേശങ്ങളിൽ വ്യാപക ആക്രമണമുണ്ടായി. ഹോട്ടലുകൾക്കും വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. 150-ലേറെ പേർ അറസ്റ്റിലായി. സൻസർഗഞ്ചിൽ അച്ഛനും മകനും അടക്കം 3 പേർ കൊല്ലപ്പെട്ടു. സംഘർഷബാധിത മേഖലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ പ്രദേശത്ത് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. നിയമം നടപ്പാക്കില്ലെന്ന് തന്നെ മമത ബംഗാളിൽ പ്രഖ്യാപിച്ചു. ബംഗാളിൽ നടപ്പാക്കില്ല എന്ന്. കലാപത്തിന് പ്രേരണ നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്നും മമത പറഞ്ഞു. മുർഷിദാബാദ് ആയുധമാക്കാൻ BJPയും തീരുമാനിച്ചു. വഖഫ് നിയമ ഭേദഗതി പ്രതിഷേധം ശക്തമായ മുർഷിദാബാദ് സന്ദർശിക്കാൻ മോദി തീരുമാനിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. 500-ലേറെ ഹിന്ദുക്കൾക്ക് മുർഷിദാബാദിൽ നിന്ന് മാൾഡയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു എന്നതുമാണ് ഒരു പ്രധാനപ്പെട്ട സാഹചര്യം. അക്രമികൾക്കെതിരെ നടപടി എടുക്കാതെ മമത പ്രീണന രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം പ്രതിഷേധത്തിലേക്ക് കടക്കാനും BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണെന്ന് കൂടി പരിശോധിക്കാം. രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നു വരുന്നത് ഭൂമി കൊള്ളയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പട്ടിക വിഭാഗക്കാരുടെ അടക്കം പാവങ്ങളുടെ ഭൂമി വഖഫിന്റെ പേരിൽ ഭൂമാഫിയ തട്ടിയെടുത്തു. നിയമ ഭേദഗതി പട്ടികജാതിക്കാരുടെയും പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി വഖഫ് സ്വത്തുക്കളുടെ വരുമാനവും ആനുകൂല്യവും അർഹരായവർക്ക് കിട്ടും. കോൺഗ്രസ് വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. നിയമ വഴിയെയാണ് ഇനി പ്രതിപക്ഷം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരും DMKയും നിയമത്തിനെതിരെ പ്രത്യേക ഹർജികൾ നൽകിയിട്ടുണ്ട്. CPI ജനറൽ സെക്രട്ടറി D. രാജ സുപ്രീം കോടതിയെ സമീപിച്ചു. TVK അധ്യക്ഷനും നടനുമായ വിജയ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. എല്ലാ ഹർജികളും സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇനി കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലേക്ക് കൂടി. ഇടത് UDF ഘടകകക്ഷികൾ ഒറ്റയ്ക്ക് മുന്നണിയായും പ്രതിഷേധിക്കുന്നുണ്ട്. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിഷേധം തുടരുന്നു. ചില വ്യവസ്ഥകളോട് യോജിപ്പ് എന്ന് ജോസ് കെ മാണി പറഞ്ഞു. പക്ഷേ എതിരായി വോട്ട് ചെയ്യുകയും ചെയ്തു. കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും നിയമത്തെ അനുകൂലിക്കുകയാണ്. വഖഫ് ബോർഡുകളെക്കാൾ അധികം അനധികൃത സ്വത്ത് കത്തോലിക്ക സഭയ്ക്കാണ് എന്ന് ഇതിനിടെ RSSന്റെ ഓർഗനൈസറിലെ ലേഖനവും വന്നു. അത് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതും ഈ ഘട്ടത്തിൽ ചർച്ചയായി. മുസ്ലിം ബ്രദർഹുഡ് വിവാദം ഇതിനിടയ്ക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. നമ്മളത് ചർച്ച ചെയ്തതുമാണ്. സോളിഡാരിറ്റി നടത്തിയ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധമാണ് വിവാദമായത്. അക്രമാസക്തമായ പ്രതിഷേധത്തിൽ ഉയർത്തിയത് വിദേശ മുസ്ലിം മതരാഷ്ട്രവാദികളുടെ ചിത്രങ്ങളായിരുന്നു എന്നതാണ് ഉയർന്ന പ്രധാനപ്പെട്ട പ്രശ്നം. തീവ്ര മതവാദികൾ, അതായത് ഇസ്ലാമിസ്റ്റുകളായ സയ്യിദ് ഖുത്തൂബിൻ്റെയും ഹസനുൽ ബന്നയുടെയും ചിത്രങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. ഇതിനെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്നടക്കം കടുത്ത അതൃപ്തിയും വിമർശനവും ഉണ്ടായി. എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനുള്ള വടി അമിത്ഷായ്ക്ക് കൊടുത്തു എന്നതായിരുന്നു അക്കാര്യത്തിൽ ഉയർന്ന വിമർശനം. തുടർ പ്രതിഷേധങ്ങളിൽ മതരാഷ്ട്രവാദികളുടെ ചിത്രം ഒഴിവാക്കി ജമാഅത്തെ ഇസ്ലാമി. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങൾ. മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ സനീഷ്, ഇപ്പോൾ ഈ പല തലത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഇത്തരമൊരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പ്രതിഷേധം ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രതിഷേധം അവർക്ക് അനുകൂലമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്ന് സംശയിക്കാവുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഹർഷൻ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മുർഷിദാബാദ് സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. മുർഷിദാബാദിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. വർഗീയ കലാപത്തിലേക്ക് തന്നെ പോകുന്ന വഴിക്ക് പക്ഷേ പട്ടാളമൊക്കെ ഇറങ്ങിയിട്ട് അത് പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഗുജറാത്തിൽ നടന്ന ഒരു വലിയ വർഗീയ സംഘർഷത്തെക്കുറിച്ച് 2020 ഈ ഗുജറാത്ത് വംശീയ ഉന്മൂലനത്തെക്കുറിച്ച് ഒരു സിനിമ വന്നതിനെ ശേഷം ചർച്ച ചെയ്ത കാലമാണ്. അപ്പോൾ ഈ പറയുന്ന വർഗീയ കലാപങ്ങൾ മനുഷ്യർക്ക് എത്രമാത്രം വലിയ ദ്രോഹമാണ് ഉണ്ടാക്കുക, ഏത് ജാതിയും മതവും ആയിക്കോട്ടെ, ഏത് ദ്രോഹമാണ് ഉണ്ടാക്കുക, മനുഷ്യരാശിക്ക് തന്നെ എന്തൊക്കെ ഒരു ആഘാതമാണ് ഏൽപ്പിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഒന്നുകൂടെ ഓർത്തെടുത്തിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ മതമാണ് ഏറ്റവും പ്രധാനമെന്ന് കണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഇതര മതത്തിൽപ്പെട്ട ആളുകളെ വെട്ടിയും കുത്തിയും കൊല്ലുന്നതിനെ അതിശക്തമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട്. ആദ്യം അത് പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് തോന്നുന്നു മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷേ ഇതടക്കം ഈ മുർഷിദാബാദിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ അടക്കം കേന്ദ്ര സർക്കാരും BJPയും വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്ന് സ്വാഭാവികമായിട്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും
ഇങ്ങനൊരു വലിയ ഭേദഗതി കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരും ആലോചിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്ന് അവർ കണക്കാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ ശുഭകരമായിട്ടല്ലാതെയാണെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് ഒന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ടെല്ലാം അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളല്ലാത്ത എല്ലാവരും ഇപ്പുറത്തേക്ക് സംഘം ചേർന്ന് പ്രതിഷേധിക്കുന്നു. പ്രതിഷേധത്തോടൊപ്പം മുസ്ലിം മതസംഘടനകളുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലടക്കം പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവുകയാണ്. രാജ്യത്തെല്ലായിടത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് മാറി. ഇതുപോലെ മുർഷിദാബാദിൽ നമ്മൾ കണ്ടതുപോലുള്ള അക്രമ സംഭവങ്ങൾ കൂടെ അതോടൊപ്പം ഉണ്ടാകുന്നു. ഈ തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരും BJP നേരത്തെ കണ്ടിട്ടുണ്ടാകും. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്യന്തികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് നേട്ടമാണ് ഉണ്ടാകാറുള്ളത്. നമ്മളെപ്പോഴും ഒരു മുസ്ലിം നരേറ്റീവിനെ, ഒരു മുസ്ലിം വിഷയത്തെ അന്തരീക്ഷത്തിലേക്ക് ഇട്ടുകളഞ്ഞാൽ അതിനകത്ത് ഹിന്ദുത്വ പാർട്ടിക്ക് നേട്ടമുണ്ടാകുന്നതാണ് സമീപ കാലത്തെ ഒരു 10-12 വർഷമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് BJP ഒന്നിനു പുറകെ ഒന്നായിട്ട് ബാക്ക് ടു ബാക്ക് മുസ്ലിം വിഷയങ്ങളെ അന്തരീക്ഷത്തിലേക്ക് ഇടാൻ നല്ല സാമർഥ്യം കാണിക്കാറുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ട് മുസ്ലിം വിഷയങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരിക, അതിന്മേൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. BJP സംഘം ഒരു ഭാഗത്തും മറുഭാഗത്തും മറ്റെല്ലാവരും എന്ന നിലക്ക് നിൽക്കുക. എന്നിട്ട് ആത്യന്തികമായിട്ട് അതിൻ്റെ ഗുണഫലം BJPക്ക് ഉണ്ടാവുക എന്നതാണ് അതിനെ രാഷ്ട്രീയമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. അതേ സംഭവങ്ങളാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഏറ്റവും പുതിയതായിട്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ വരവാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്. ഞാനത് കുറച്ചുകൂടെ വൈകിട്ടാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുക എന്നാണ് ഞാൻ ഇത്തരം ഒരു പാറ്റേണിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് നിരീക്ഷിച്ചത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ രംഗത്തേക്ക് വരികയും ചില പ്രസ്താവനകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് സ്വത്ത് ദളിത് സമുദായ അംഗങ്ങളുടെയും ആദിവാസികളുടെയും സ്വത്ത് കൊള്ളയടിച്ചിട്ടാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന തട്ടിൽ വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനകൾ, അങ്ങനെ നേരിട്ടല്ല വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് സ്വത്ത് എന്ന് നമ്മൾ പറയുന്ന ഈ സ്വത്ത് വകകൾ എവിടെയാണ് ആദിവാസികളുടെയും ദളിതുകളുടെയും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയും ഭൂമി കൈവശപ്പെടുത്തിയിട്ട്, അതും കള്ളത്തരത്തിലൂടെ കൈവശം വെച്ചിരിക്കുന്നത് എന്നൊരു ഒരു തെളിവ് പോലും ഇതുവരെ അന്തരീക്ഷത്തിലേക്ക് സർക്കാരോ BJPയോ മുന്നോട്ട് വെച്ചിട്ടേ ഇല്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ ഉദാഹരിച്ച സംഭവം തന്നെ നമ്മുടെ മുനമ്പത്തെ വിഷയമാണ്. പാർലമെൻറ്റിൽ കിരൺ റിജിജു നിയമമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ ഇതിന് ഉദാഹരണമായിട്ട് വെച്ച വിഷയം നമ്മുടെ മുനമ്പത്തെ വിഷയമാണ്. മുനമ്പത്തെ വിഷയത്തെക്കുറിച്ച് എനിക്കും ഹർഷനും കേൾക്കുന്ന ആൾക്കാർക്കും എല്ലാം അറിയാം. ഇപ്പോൾ പോലും പരിഹരിക്കാവുന്ന, നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന, ആരെങ്കിലും ആരുടെയും കൈവശത്ത് ബലമായിട്ട് തട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഭൂമിയല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു സിവിൽ കേസ് ഒരു പ്രശ്നമുണ്ട്. അത് ഈ മതപരമായുള്ള ചില സംഗതികൾ അതിനകത്ത് ചേർന്നിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു കോംപ്ലിക്കേഷൻ നമുക്ക് തോന്നും അത് പരിഹരിക്കാൻ. എന്നല്ലാതെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിട്ടുള്ള ആളുകളുടെ കൈവശം വരുന്ന ഭൂമി വഖഫ് എന്ന നിലക്ക് പിടിച്ചു കൈവശം വെച്ച് സ്റ്റീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് ആർക്കും ആക്ഷേപമില്ലാത്തതാണ്. അത് രാജാവിൻ്റെ കാലത്ത് കൈമാറി വഖഫായിട്ട് കൊടുത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായ സംഭവമാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിരൺ റിജിജുവിന് പാർലമെൻറ്റിൽ ഉദാഹരിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് നമ്മൾ ആ പ്രസംഗം മുഴുവൻ കേട്ടതാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ പോലും കേരളത്തിലെ ഇങ്ങനെ സാങ്കേതികമായി വന്നുപെട്ട ഒരു പ്രശ്നത്തെ മാത്രമാണ് അവതരിപ്പിക്കാൻ പറ്റിയത് എന്നിരിക്കെ ആദിവാസികളുടെയും ദളിതുകളുടെയും ഹിന്ദു സഹോദരങ്ങളുടെയും ഭൂമി എവിടെയാണ് ഈ വഖഫ് ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഒരു തെളിവും അന്തരീക്ഷത്തിൽ ഇല്ലാതിരിക്കെ പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ വന്ന് തന്നെ അത് പറഞ്ഞത് എനിക്കൊരു സുഖകരമല്ലാതെ തോന്നി എന്നതാണ് ആകെ ഇന്ന് ഇതിനോട് ചേർത്ത് പറയാനുള്ളത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ ഭൂമി കൊള്ള ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന ആരോപണം, പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണത്തെ ഒരു പരിധിവരെ ശരിവെക്കേണ്ടി വരും. കാരണം ഈ കാര്യത്തിൽ വഖഫിനായി കിട്ടിയ ഭൂമി പലതും വഴിമാറി പോയിരിക്കുന്നു, പലതരത്തിൽ വിനിയോഗിക്കുന്നു, പലരുടെ കൈകളിലായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനിതാണോ മാർഗം എന്നുള്ള സംശയമുണ്ട്. കാരണം അതാണ് പ്രശ്നമെങ്കിൽ അതിന് നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ വഴികളുണ്ട്. ആ വഴികൾ തേടി തന്നെ അത് പരിഹരിക്കാവുന്നതാണ്. ഇവിടെ പ്രശ്നം അതിനപ്പുറത്ത് ഇപ്പോൾ CEO ആയി ഇതര മതസ്ഥനിരിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാവുന്ന സമിതിയിൽ അല്ലെങ്കിൽ കളക്ടർ തീരുമാനമെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ ഇതര മതസ്ഥർക്ക് കൂടി ഇതിൽ ഇടപെടൽ ശേഷി കൊടുക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോഴാണ് ഇതിൽ വലിയ പ്രശ്നമുണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഈ സ്വാഭാവികമായി നിലവിലുള്ള നിയമം വെച്ച് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. പ്രധാനമന്ത്രി പറഞ്ഞതിലെ ആദ്യത്തെ പോയിന്റിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം ഭൂമി മറ്റു പലരുടെയും കൈകളിലൂടെ പോകുന്നു, പലതരത്തിൽ വിനിയോഗിക്കപ്പെടുന്നു, ഇതിൽ ഭൂമിയുടെ കൊള്ള തന്നെ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് അന്വേഷിച്ച് വരുമ്പോഴുള്ള കൗതുകകരമായ ചില കാര്യങ്ങൾ കൂടി പറയാം. ഇപ്പോൾ കർണാടക വഖഫ് ഭൂമി തട്ടിപ്പാണ് ഏറ്റവും വലിയ വഖഫ് ഭൂമി തട്ടിപ്പ് ആരോപണമായി നമുക്ക് മുന്നിലുള്ളത്. 2 ലക്ഷം കോടിയുടെ ഭൂമിയുടെ വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. അതായത് 27,000 ഏക്കർ വഖഫ് ഭൂമി അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കയ്യിലും അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലുമൊക്കെയായി ചെന്നു പെട്ടു എന്നുള്ള ആരോപണമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി വന്നത്. അത് ആ ആരോപണത്തിൽ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? അത് അൻവർ മനിപ്പാടി, അദ്ദേഹം BJPയുടെ നേതാവായിരുന്നയാളാണ്. ഇനി BS യെദ്യൂരപ്പ BJPയുടെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. ഇനി യെദ്യൂരപ്പയുടെ മകൻ,
ഇവരെല്ലാമാണ് ഇതിൽ ആരോപണ വിധേയരായി വന്നത്. ഇത് പിന്നീട് എല്ലാ വഖഫ് കേസുകളും പോലെ ഇതിൽ തെളിവുകളുടെ അപര്യാപ്തതയും മറ്റ് ആരോപണങ്ങൾ, നേരത്തെ ആദ്യഘട്ടത്തിൽ അൻവർ വാനിപ്പാടി യെദ്യൂരപ്പയുടെ മകൻ എന്നോട് 150 കോടി ചോദിച്ചിരുന്നു എന്നൊക്കെ ആദ്യം വെളിപ്പെടുത്തുകയും പിന്നീട് ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അതിലൊരു തീരുമാനമുണ്ടായില്ല, കൃത്യമായ ഒരു നിയമ നടപടി ആ നിലയ്ക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. പക്ഷേ വീണ്ടും അതുപോലെ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ 2017 ദേശീയ വഖഫ് ഭൂമി തട്ടിപ്പ് ഇന്ത്യ ടുഡേയുടെ അന്വേഷണമായി വന്നത് ഈ പറയുന്ന 1,20,000 കോടി രൂപയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിലെല്ലാം രാഷ്ട്രീയ നേതാക്കളാണ് കേട്ടോ ഉൾപ്പെട്ടിരിക്കുന്നത്. ആരോപണങ്ങൾ വരുന്നത് കൊണ്ട് ഇത് സ്വാഭാവികമായി ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ ഭൂമി തട്ടിപ്പ് അല്ലെങ്കിൽ അത് ഭൂമി കൊള്ള അത് തടയേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ BY യെദ്യൂരപ്പയുടെ മകൻ BY വിജയേന്ദ്ര, അതുപോലെ മറ്റ് കേസുകളിലേക്ക് വന്നാലാണ് മഹാരാഷ്ട്ര വഖഫ് ഭൂമി വിവാദം 2025 തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് 2014 കാലയളവിൽ ഭൂമി ഉയർന്ന ഒരു ആരോപണമാണത്. ആ തട്ടിപ്പിലും BJPയുടെ പ്രാദേശിക നേതാക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടാണ് ആ കേസ് മരവിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി തട്ടിപ്പ് ആരാണ് ഭൂമി തട്ടിയെടുത്തത് അത് നോക്കുമ്പോൾ ഇനിയിപ്പോൾ അത് BJPക്കാർ മാത്രമല്ല കേട്ടോ, കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഒവൈസിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒവൈസി തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളിൽ അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഉള്ളതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭൂമി കൊള്ള നടക്കുന്നുണ്ടാവാം. പക്ഷേ അതിന് ഈ മട്ടിലാണോ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളതാണ്. പിന്നീട് ഒന്നുകൂടി ആവർത്തിക്കാനുള്ളത്, ഈ അക്രമാസക്തമായ സമരങ്ങളൊന്നിനും പരിഹാരം അല്ല ഉണ്ടാക്കുക, കൂടുതൽ വഷളാവാനേ അത് പ്രയോജനം ചെയ്യും. അതിനകത്തിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയ സമരത്തിന്റെ രീതി മാറ്റിയത് നമ്മൾ എടുത്തു പറഞ്ഞു പോകണം. കാരണം ഇപ്പോൾ GIO ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ പെൺകുട്ടികളുടെ വിദ്യാർത്ഥിനികളുടെ സംഘടനയാണ്. ആ സമരം നടത്തുമ്പോൾ അതിനകത്ത് ഈ സയ്യിദ് കുത്തുബിന്റെ പടമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പ്ലക്കാർഡുകൾ മാത്രം പിടിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ വിമർശനം വരുമ്പോൾ അതിനനുസരിച്ച് തിരുത്താനൊക്കെ തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ ഘട്ടത്തിൽ, ഇതുപോലെ വളരെ സെൻസിറ്റീവായുള്ള സമരഘട്ടത്തിൽ എല്ലാവർക്കും നല്ലത്. റൈറ്റ്. വഖഫ് സംബന്ധിച്ച് നേരിട്ട് ഖുറാനിൽ നിർദ്ദേശമൊന്നുമില്ല. നിരവധി ഹദീസുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് എന്ന് നമ്മൾ പല ആവർത്തി ഇവിടെ പറഞ്ഞതാണ്. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്ത് സമർപ്പിച്ച ഉദ്ദേശങ്ങൾക്കായി അല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാനാകാത്ത സ്വത്ത് 1,20,000 കോടി രൂപ മൂല്യമുള്ള വഖഫ് സ്വത്തുക്കൾ രാജ്യമാകെ ഉണ്ടെന്നാണ് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഏകദേശ കണക്ക് കേട്ടോ. കാരണം ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ ആരോപണം തന്നെ 2 ലക്ഷം കോടിക്ക് മേൽ ഉള്ള ഭൂമി എന്ന മട്ടിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല. സാമാന്യ വ്യവഹാരത്തിലെ ചിന്തയ്ക്കപ്പുറം ബൃഹത്തായ ഒരു വലിയ സമ്പത്താണത്. ഭക്തിയുമായി ഇഴപിരിഞ്ഞ് കിടക്കുന്ന വൈകാരികതയും അതിനുണ്ട്. ഇതൊന്നും കാണാതെ ഭരണകൂട തീരുമാനമുണ്ടായി വഖഫ് നിയമ ഭേദഗതിയിൽ എന്നതാണ് സങ്കടകരം. പ്രതിഷേധങ്ങളുടെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ, മുതലെടുപ്പുകൾ, ഗോൾ പോസ്റ്റ് മാറ്റിവെച്ചുള്ള കിക്കുകൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൈയാളുന്ന അധികാര സ്ഥാനങ്ങൾ കടന്ന പ്രസ്താവനകൾ പറയാതിരുന്നെങ്കിലെന്ന് RDX ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കതിരകൾ തീ കാത്തിരിക്കുന്ന കാലമാണ്. ഒരു പ്രക്ഷോഭവും ഒരു പ്രസ്താവനയും അതിലേക്ക് വഴിമരുന്നാവാതിരിക്കട്ടെ. RDX അടുത്ത വിഷയത്തിലേക്ക്.